പത്തനംതിട്ട തിരുവല്ല പൊടിയാടിയിൽ പുലിയെ കണ്ടതായി നാട്ടുകാർ. മണിപ്പുഴ പഞ്ചമി റോഡിൽ ഇന്ന് രാവിലെയാണ് പുലിയെ കണ്ടത്. പുലിയല്ല, കാട്ടുപൂച്ച എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രാഥമിക നിഗമനം. ശ്രീരാജ് ബാബു ചേരുന്നു. ശ്രീരാജ്, പുലിയാണോ കാട്ടുപൂച്ചയാണോ, ഒരു സ്ഥിരീകരണമായിട്ടുണ്ടോ? ലക്ഷ്മി, ഇതുവരെയും അതിലൊരു കൃത്യമായ സ്ഥിരീകരണം എത്തിയില്ല. എന്തായാലും നാട്ടുകാർ പറയുന്നത് പുലിയെ കണ്ടുവെന്നാണ്. തിരുവല്ല മാവേലിക്കര റോഡിൽ പൊടിയാടി ഭാഗത്താണ് ഇത്തരത്തിൽ പുലിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നത്. പക്ഷേ പുലി ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു സ്ഥലമല്ല, വനപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലവുമല്ല ഈ പ്രദേശം. എന്നാൽ ഇത്തരത്തിൽ ആ പുലിയെ കണ്ടതിനോട് അടുത്തുള്ള കുറച്ച് ഭാഗം കാട് കയറി കിടക്കുന്ന സാഹചര്യമാണെന്നും പുലിയാണ് എന്നുമാണ് ഈ നാട്ടുകാർ പറയുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ അവർ പകർത്തുകയും ചെയ്തു. പക്ഷേ ഈ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് പുലിയല്ല, കാട്ടുപൂച്ചയാകാനുള്ള സാധ്യതയാണ് എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഉച്ചയോടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തും. തുടർന്ന് വിശദമായ പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. കാൽപ്പാടുകളടക്കം പരിശോധിച്ച് വിലയിരുത്തിയാൽ മാത്രമേ അതിലൊരു സ്ഥിരീകരണം ഉണ്ടാകൂ. എന്തായാലും നാട്ടുകാർ പറയുന്നത് പുലിയെ കണ്ടു എന്നാണ്. പക്ഷേ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇതിലൊരു പൂർണ്ണമായും ഒരു നിഗമനത്തിലേക്ക് എത്തിയിട്ടില്ല. നിലവിൽ കാട്ടുപൂച്ച എന്ന ഒരു പ്രാഥമിക നിഗമനത്തിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉള്ളത്. അല്പസമയത്തിനകം ശ്രീരാജ് ബാബുവാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.